Hi guys, and welcome to today's current affairs top line by Geoid. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എക്കണോമിക് ഇൻഇക്വാലിറ്റി ആണ്. ഓക്കെ, UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് സിലബസുമായിട്ട് ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മുടെ മൂന്ന് സ്റ്റേജസിലും നമ്മുടെ ഈ സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിലിംസിലും മെയിൻസിലും ഇന്റർവ്യൂവിലും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഒരു എക്കണോമിക് ഇൻഇക്വാലിറ്റി എന്നുള്ളത്. ഈ പ്രിലിംസ് റെലവൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, കൂടുതലും ഈ MCQs കോൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള MCQs അതായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക അല്ലേ. UPSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ആ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ്. സോ ഇവിടെ നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ഈ ഒരു ഗിനി കോഎഫിഷ്യന്റ്, അതേപോലെ ഹയർ ഗിനി വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഇൻകം ഇൻഇക്വാലിറ്റിയും വെൽത്ത് ഇൻഇക്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇൻകം എന്ന് വെച്ചാൽ എന്താണ്, വരുമാനം, വെൽത്ത് എന്ന് വെച്ചാൽ സമ്പത്ത്. ഓക്കെ, സോ ഇൻകവും ഈ വെൽത്തും, ഈ രണ്ട് ഇൻഇക്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. സോ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് UPSCയുടെ ഒരു ഫേവറേറ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ മെയിൻസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേപ്പർ 2 നമുക്ക് ഈ സോഷ്യൽ ജസ്റ്റിസ്, ഇൻക്ലൂസീവ് ഗ്രോത്ത്, വെൽഫെയർ സ്കീംസും ഗവർണൻസ് ഒക്കെ വരുന്നുണ്ട്. സോ എക്കണോമിക് ഇൻഇക്വാലിറ്റി എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു കോർ തീമാണ്. ഓക്കെ, ഇപ്പോൾ പേപ്പർ 3 വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി എക്കണോമിക്സ് ആ പേപ്പറിൽ ഉണ്ടല്ലോ, ഇന്ത്യൻ എക്കണോമി വരുന്നുണ്ട്. ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഈ പോവർട്ടി, എംപ്ലോയ്മെന്റ്, പിന്നെ ഈ ഗ്രോത്തിലുണ്ടാകുന്ന ഒരു സ്ട്രക്ചറൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എസ്സേയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ UPSC എപ്പോഴും ഈ ഒരു എക്കണോമിയെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഇൻഇക്വാലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ 38, അതേപോലെ 39 ബിയും സിയും, ഓക്കെ, അതായത് ആ ഒരു വെൽത്തിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. 46 ഉണ്ട്, വീക്കർ സെക്ഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇതെല്ലാം UPSCയിലെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. അതേപോലെ ഈ ഗവർണൻസ്, പോളിസി വാല്യുവേഷൻ. ഓക്കെ, സോ ദിസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇന്റർവ്യൂലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, സോ എന്താണ് ഈ ഒരു ഇൻകം ഇൻഇക്വാലിറ്റി, അല്ലെങ്കിൽ എന്താണ് എക്കണോമിക് ഇൻഇക്വാലിറ്റി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഇന്ത്യയിലുള്ള എക്കണോമിക് ഇൻഇക്വാലിറ്റി ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. സോ എക്കണോമിക് ഇൻഇക്വാലിറ്റി എന്ന് വെച്ചാൽ എത്രത്തോളം അൺഈക്വൽ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു വരുമാനവും വെൽത്തും നമ്മുടെ രാജ്യത്ത്, അത് എങ്ങനെയാണ് അതിന്റെ ആ ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു എക്കണോമിക് ഇൻഇക്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഈ വളരെ കുറച്ച് ആൾക്കാർ, അതായത് ചില ആൾക്കാരുടെ കയ്യിലാണ് ഈ നമ്മുടെ രാജ്യത്തിന്റെ കൂടുതൽ സ്വത്തുക്കൾ ഇരിക്കുന്നത്. ഓക്കെ, അതായത് ചില ആൾക്കാർ വളരെയധികം കൂടുതൽ ഏൺ ചെയ്യുന്നു, അതേ സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ വളരെ കുറച്ചേ അവർക്ക് കിട്ടുന്നുള്ളൂ. സോ ഈ ഒരു റിച്ചും പുവറും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദിസ് ഇസ് ഇൻക്രീസിങ്. സോ ഇൻഇക്വാലിറ്റി എന്നുള്ളത് നമുക്ക് പോവർട്ടി മാത്രമായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ നമ്മളിതിനെ കാണേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ എത്രത്തോളം അൺഫെയർലി ആയിട്ടാണ് നമ്മുടെ ആ ഒരു പൈസ ഇവിടെ ആ ഒരു ഷെയർ ആവുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഹൗ അൺഫെയർലി ദിസ് മണി ഇസ് ഷെയർഡ്. ഓക്കെ, അതായത് ഇൻഇക്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പോവർട്ടി മാത്രമല്ല, ആ ഒരു വ്യൂവിൽ മാത്രം നമ്മളിതിനെ കാണരുത്. സോ നമ്മളിങ്ങനെ ഒരു എക്കണോമിക് ഇൻഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഗിനി കോഎഫിഷ്യന്റിനെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. GINI കോഎഫിഷ്യന്റ്, ഗിനി കോഎഫിഷ്യന്റ്. സോ ഈ ഗിനി കോഎഫിഷ്യന്റ് പറയുന്നത് ഇതൊരു നമ്പറാണ്. ഓക്കെ, ഈ ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇൻഇക്വാലിറ്റി മെഷർ ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ റേഞ്ച് വന്നിട്ട് 0 to 1 വരെയാണ്. 0 എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഇക്വാലിറ്റി ആണ്, 1 എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഇൻഇക്വാലിറ്റി ആണ്. സോ ഈ ഒരു 0 ഉണ്ടല്ലോ, പെർഫെക്റ്റ് ഇക്വാലിറ്റി. സോ അത് കാണിക്കുന്നത് എല്ലാവരും സെയിം ആയിട്ട് ഏൺ ചെയ്യുന്നു എന്നുള്ളതാണ്. എവ്രി വൺ ഏൺസ് ദ സെയിം. അതേപോലെ അത് ഒന്നാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ അടുത്താണ് എല്ലാം ഉണ്ടാവുക. ഓക്കെ, അതാണ് സൂചിപ്പിക്കുന്നത് 1 person ഹാസ് എവരിത്തിങ്. ഇന്ത്യയുടെ ഇൻകം ഗിനി കോഎഫിഷ്യന്റ് എന്നുള്ളത് 0.61 ആണ്. അതായത് ഇൻകം എന്നുള്ളത് വളരെയധികം അൺഈവൺലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ഇന്ത്യയിലെ ഇൻകം, വരുമാനം എന്നുള്ളത് ദിസ് ഇസ് വെരി അൺഈവൺലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് ഈ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരാണ് ഇപ്പോ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, അതായത് ഒരു റൂമില് ഒരു 100 ആൾക്കാരുണ്ട്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ റൂമിൽ ഒരു 100 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. അതില് ഒരാളുടെ അടുത്താണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു 40% വെൽത്തും. ഓക്കെ,
ബാക്കിയുള്ള 60% ഈ ബാക്കി 99 ആൾക്കാരും കൂടി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. സോ നമ്മുടെ രാജ്യത്ത് ഇൻകം എന്നുള്ളത് ദിസ് ഇസ് വെരി അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ബാക്കിയുള്ള ആൾക്കാരെക്കാളും കൂടുതൽ, ഈ ബാക്കിയുള്ള ആൾക്കാർ ചേർന്നിട്ട് എത്രത്തോളം ഏൺ ചെയ്യുന്നുണ്ടോ അതിനേക്കാളും കൂടുതലാണ് ഒരു ചെറിയ ഗ്രൂപ്പ് അവിടെ ഏൺ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഇൻകം ഗിനി കോഎഫിഷ്യന്റ് എന്നുള്ളത് 0.61 ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 0.3 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വളരെ ലോ ഇൻഇക്വാലിറ്റി ആണെന്ന് പറയാം. അതേപോലെ 0.4 തൊട്ട് ഒരു 0.5 വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒരു മോഡറേറ്റ് ഇൻഇക്വാലിറ്റി ആണെന്ന് പറയാം. 0.6 മേലെയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഹൈ ഇൻഇക്വാലിറ്റി ആണ്, അതിൽ വേറെ ഒന്നും പറയാനില്ല. സോ ഇന്ത്യ ഈസ് ഇൻ എ ഹൈ ഇൻഇക്വാലിറ്റി സോൺ. സോ എന്തുകൊണ്ടായിരിക്കാം ആ ഒരു ടോപ്പ് 1% നമ്മുടെ രാജ്യത്തെ 40% വെൽത്ത് കൺട്രോൾ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം? സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ റൂമിന്റെ കണക്ക് നോക്കിയാൽ മതി. ഒരു 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ, ആ ഒരു ദ വൺ റിച്ചസ്റ്റ് പേഴ്സൺ ഉണ്ടല്ലോ, പുള്ളിയായിരിക്കും അവിടുത്തെ 40% വെൽത്തും കൺട്രോൾ ചെയ്യണത്. ബാക്കി 99 ആൾക്കാരും കൂടി ടോട്ടലായിട്ട് 60% ഉണ്ടാവുള്ളൂ. സോ ഇതെന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ദിസ് മീൻസ് ആ ഒരു സമ്പത്ത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, വെൽത്ത്, ഇത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. അതായത് ഈ ഒരു എക്കണോമിക് പവർ എന്നുള്ളത് ചില ആൾക്കാരുടെ കയ്യിൽ മാത്രമാണ്. അപ്പം നമ്മുടെ അദാനിയുടെയും അംബാനിയുടെ ഒക്കെ കയ്യിലാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇത് വെൽത്ത് ആയിട്ടും, അതായത് ദിസ് ഇസ് നോട്ട് ഓൺലി അബൌട്ട് വെൽത്ത്. ഓക്കെ, അതായത് സി ഒരു ഇതില് നമുക്ക് പറയാം, ഇത് നോട്ട് ജസ്റ്റ് ഇൻകം. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് വെൽത്ത്. ഇതെല്ലാം സമ്പത്താണ്. അതായത് ഇപ്പൊ ഈ വെൽത്ത് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ലാൻഡ്, അതായത് ഭൂമി ഒരു സമ്പത്താണ് നമുക്കല്ലേ. നമ്മുടെ വീട് നമുക്കൊരു സമ്പത്താണ്, ഹൗസ്, പിന്നെ ഷെയർസ്, ബിസിനസ്, ഗോൾഡ്, ഇതെല്ലാം വെൽത്താണ്. അതായത് റിച്ച് ആയിട്ടുള്ള ആൾക്കാര് അവർ ഓൾറെഡി ഇങ്ങനത്തെ അസറ്റ് അവർ ഏൺ ചെയ്യുന്നുണ്ട്. ഇത്രത്തോളം അസറ്റ് അവർ ഏൺ ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ഈ അസറ്റ് മോർ വെൽത്ത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതാണ്. സോ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഇങ്ങനൊരു ഇൻഇക്വാലിറ്റി വളർന്നു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഒരു അൺഈക്വൽ ഗ്രോത്ത് ആണ്. ഓഫ് കോഴ്സ് ഇന്ത്യയുടെ GDP വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ലൊരു സാമ്പത്തിക ശക്തിയായിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ GDP വളരുന്നുണ്ട്. സോ പക്ഷേ എന്തുണ്ടെങ്കിൽ കൂടി ആ ഒരു ബെനിഫിറ്റ് വളരെ കുറച്ച് ആൾക്കാർക്കേ കിട്ടുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ അദാനിക്കും അംബാനിക്കും മാത്രമേ ഇതൊക്കെ കിട്ടുന്നുള്ളൂ. അതായത് ബിഗ് കോർപ്പറേറ്റ്സിനാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. പിന്നെ മോസ്റ്റ്ലി അർബൺ ഏരിയാസിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ദെൻ ഈ സ്കിൽഡ് വർക്കേഴ്സ് ഉണ്ടല്ലോ, ഇവരുടെ കയ്യിലോട്ടാണ് ഈ ഒരു ബെനിഫിറ്റ് ഫുള്ള് പോകുന്നത്. ഹൈലി സ്കിൽഡ് വർക്കേഴ്സിന്റെ അടുത്താണ് ഈ വരുമാനം, അതായത് ഈ ഒരു വെൽത്ത് ഫുള്ളായിട്ട് പോകുന്നത്, ഇത് ബെനിഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗ്രോത്ത് ഉണ്ട്, ഗ്രോത്ത് ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷെ അത് ഈക്വലി ഷെയർഡ് അല്ല. ഓക്കെ, ഇവിടെ ഉള്ളത് ഒരു ജോബ്ലെസ് ഗ്രോത്ത് ആണ്. അതായത് ഇവിടെ വളർച്ചയുണ്ട്, പക്ഷെ ഇവിടെ വേണ്ട തൊഴിലവസരങ്ങളില്ല. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻഡസ്ട്രീസ് ആണ് കൂടുതലുള്ളത്. ഓക്കെ, ഒരു ഓട്ടോമേഷൻ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. സോ ഇൻഫോർമൽ ആയിട്ടുള്ള വർക്കേഴ്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇൻകം കൂടുന്നുണ്ട്, ആ ഒരു ടോപ്പ് ലെവലിൽ ആ ഒരു ഇൻകം കൂടുന്നുണ്ട്, പക്ഷെ അത് ഒരു ബോട്ടം ലെവലിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അത് അവിടെ സ്റ്റാഗ്നേറ്റ് ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സോ ഇവിടെ നമ്മൾ അസറ്റിന്റെ ഓണർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഈ റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്സ്, ബിസിനസ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് അവരാണ്. ഓക്കെ, ആ വളരെ പാവപ്പെട്ട ആൾക്കാരെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ വേജസിലാണ്. സോ അസറ്റ് എന്നുള്ളത് നമുക്കറിയാം, അസറ്റ് വിൽ ഗ്രോ ഫാസ്റ്റർ ദാൻ ദിസ് വേജസ്, റൈറ്റ്? അപ്പൊ തന്നെ അവിടെ ഇൻഇക്വാലിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓഫ് കോഴ്സ് എഡ്യൂക്കേഷനും ആ ഒരു സ്കിൽ ഗ്യാപ്പാണ്. ഇപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയിൽ. ഓക്കെ, സോ ഈ ഒരു പുവർ ഹൗസ് ഹോൾഡ്സ് അവർക്ക് ഇതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല സ്കൂളോ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്കിൽസോ വല്ല നല്ല പ്രൊഫഷണൽ നെറ്റ്വർക്ക്സോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് കിട്ടുന്നില്ല. സോ ഇൻഇക്വാലിറ്റി അതൊരു ഇന്റർ ജനറേഷണൽ പരിപാടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ത്യയിൽ നിങ്ങൾ കണ്ടില്ല, ഈ ഒരു സ്ലൈഡിൽ കാണുന്നത് പോലെ ഏകദേശം 119ഓളം ബില്യനേഴ്സ് നമ്മുടെ ഇവിടെ ഉണ്ട്. ഓക്കെ, പാവപ്പെട്ടവന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ഹൈ ഇൻഇക്വാലിറ്റി ഒരു പ്രശ്നമാവുന്നത് എന്ന് നോക്കാം. അതായത് ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ആ ഒരു എക്കണോമിക് ഗ്രോത്തിന്റെ കാര്യമാണ്. ഓക്കെ, നമ്മുടെ ആ ഒരു വളർച്ചയെ ഇത് സ്ലോ ഡൗൺ ചെയ്യും. അതായത് പാവപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പൈസ ഇല്ല ചെലവാക്കാൻ. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ തന്നെ ഈ എക്കണോമിയിൽ ആ ഒരു ഡിമാൻഡ് വളരെയധികം കുറയുകയും അത് ഗ്രോത്ത് വളരെയധികം അൺസ്റ്റേബിൾ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
പിന്നെ ഇങ്ങനത്തെ പോക്ക് ഒരുപാട് കാലം പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് യൂത്തിന്റെ ഇടയിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ വരും. ഓക്കെ, ആ ഒരു സോഷ്യൽ അൺട്രസ്റ്റിലോട്ടാണ് അത് പോവുക. ഒരുപാട് ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങും, ഇവിടെ ഒരുപാട് ക്രൈംസ് നടക്കും, മൈഗ്രേഷൻ പ്രശ്നമാണ്, പിന്നെ ആ ഒരു സോഷ്യൽ ഹാർമണി തന്നെ ഇവിടെ തകരാറിലാവും. ഓക്കെ, സോഷ്യൽ ഹാർമണിയെ തന്നെ അത് വീക്കാക്കും. പിന്നെ അങ്ങനത്തെ ആ ഒരു വീക്ക് ഡെമോക്രസി ആയിക്കഴിഞ്ഞാൽ എന്താവും, ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു 1% ആൾക്കാർ, ഇവര് ഈ മീഡിയനെയും അതേപോലെ ഇലക്ഷൻസിനെയും പോളിസി ഡിസിഷൻസിനെയും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ആ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് സാധിക്കും. ഓക്കെ, അത് ഡെമോക്രസിയെ വീക്കാക്കും. അതേപോലെ തന്നെ പാവപ്പെട്ട ആൾക്കാരുടെ ശബ്ദം ഉയർന്നു വരില്ല. ഓക്കെ, ദാറ്റ് റിമെയിൻസ് അൺഹേർഡ്. പിന്നെ ഒരുപാട് മോറലായിട്ടുള്ള എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഈ ഒരു എക്സ്ട്രീം ഇൻഇക്വാലിറ്റി വന്നു കഴിഞ്ഞാൽ ഇത് ചോദ്യം ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഫെയർനെസ്സിന് ഇത് ചോദ്യം ചെയ്യും. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം. അതേപോലെ സോഷ്യൽ ജസ്റ്റിസ്, ആർട്ടിക്കിൾ 38 DPSP ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഓക്കെ, സോ ഈ ഒരു ഇൻഇക്വാലിറ്റി എപ്പോഴും ബാഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് വേണം പറയാൻ. ചില ഇൻഇക്വാലിറ്റീസ് അത് നാച്ചുറൽ ആണ്. ഓക്കെ, അത് നെസസറി ആണ്. ചിലത് ഓക്കെ, അതായത് അങ്ങനത്തെ ഇൻഇക്വാലിറ്റി വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ നന്നായിട്ട് ചിന്തിച്ചു തുടങ്ങും. ഓക്കെ, അതായത് പുതിയ ഇന്നോവേഷൻസ് ഇവിടെ വരും. ഓക്കെ, അതായത് ഒരുപാട് നാള് വലിയ ഗ്രോത്ത് ഒന്നും ഇല്ലാണ്ട് അതായത് ആ ഒരു ഇൻഇക്വാലിറ്റി അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇന്നോവേഷനെ ഓഫ് കോഴ്സ് അത് എൻകറേജ് ചെയ്യും. അതേപോലെ തന്നെ ആൾക്കാർ നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആ ഒരു ഹാർഡ് വർക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ദാറ്റ് വിൽ, ആ ഒരു റിവാർഡ്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് കിട്ടും. ആ ഒരു ഹാർഡ് വർക്കിനുള്ള റിവാർഡ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എക്സ്ട്രീം ഇൻഇക്വാലിറ്റി ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സൊസൈറ്റിക്ക് നല്ലതല്ല. ദാറ്റ് വിൽ ഡാമേജ് അവർ സൊസൈറ്റി. അതേപോലെ തന്നെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് ഇത് അൺസ്റ്റേബിൾ ആക്കും. സോ നമ്മുടെ അടുത്ത പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോബ്ലം എന്ന് പറയുന്നത് ദിസ് ഇസ് നോട്ട് അബൌട്ട് ഇൻഇക്വാലിറ്റി. ഓക്കെ, ആ ഒരു ബട്ട് ആ ഒരു എക്സസീവ് ഇൻഇക്വാലിറ്റി ആണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് നമുക്ക് പറയാനുള്ളത്. സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടാക്സ് ആണ്. ഓക്കെ, ഒരു പ്രോഗ്രസീവ് ടാക്സേഷൻ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് നല്ല ഹൈ ടാക്സ് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക, അതേ ഉള്ളൂ വഴി. പിന്നെ ഉള്ളത് മറ്റേ ആ ഒരു ഇൻഹെറിറ്റൻ ടാക്സും അങ്ങനത്തെ സാധനങ്ങൾ അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഒന്ന്. ടാക്സേഷൻ ആണ്, പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ്. അടുത്തത് എന്നുള്ളത് പബ്ലിക് സർവീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളല്ല, ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, പ്രത്യേകിച്ച് എഡ്യൂക്കേഷനിലും ഹെൽത്ത് കെയറിലും ന്യൂട്രീഷനിലും നമ്മുടെ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് കൊണ്ടുവരിക. അതേപോലെ MSMEs അത് അതിനെ വളർത്തിക്കൊണ്ടുവരണം. കുറച്ച് ഗ്രീൻ ജോബ്സിനെ നമ്മൾ കൊണ്ടുവരണം. സോ അതൊക്കെയാണ് ജോബ് ക്രിയേഷനിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി ആണ്. ഓക്കെ, ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജും പെൻഷൻ സിസ്റ്റം ഒക്കെ നല്ല സൂപ്പർ ആക്കണം. പിന്നെ നല്ല ഒരു സ്ട്രോങ്ങർ വെൽഫെയർ ഡെലിവറി നമ്മൾ കൊണ്ടുവരാന്നുള്ളതാണ്. സോ കൺക്ലൂഷനായിട്ട് എനിക്കിവിടെ പറയാനുള്ളത്, നമ്മുടെ രാജ്യം വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ ഗ്രോത്ത് വളരെയധികം അൺഈവൺ ആണ്, വെൽത്ത് കോൺസെൻട്രേറ്റഡ് ആണ്, ഇൻഇക്വാലിറ്റി എല്ലാ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ വി നീഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓക്കെ, സോ ഇൻഇക്വാലിറ്റി നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രോത്ത് സ്ലോ ആവും. കുറച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ടെൻഷൻസ് ഉണ്ടാവും. ആൾക്കാർ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, സോഷ്യൽ ടെൻഷൻസ് വളരെയധികം കൂടി വരും. നമ്മുടെ ടോട്ടൽ ആ ഒരു ഡെമോക്രാറ്റിക് ഫൗണ്ടേഷൻ തന്നെ വളരെയധികം വീക്കാവും. ഓക്കെ, സോ ഇവിടെയുള്ള റിയൽ ചാലഞ്ച് എന്താന്ന് വെച്ചാൽ, ദിസ് ഇസ് നോട്ട് ഹൗ ഫാസ്റ്റ് ഇന്ത്യ ഗ്രോസ്. ഓക്കെ, ആ ഗ്രോത്ത് നിന്ന് ആരൊക്കെ ബെനിഫിറ്റ് ആവുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ബട്ട് ഹൂ ബെനിഫിറ്റ്സ് ഫ്രം ദാറ്റ് ഗ്രോത്ത്? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.